Good evening students. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ലെയറിംഗ് അല്ലെങ്കിൽ പതിവയ്ക്കൽ എന്താണെന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ സ്റ്റെപ്സുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിരുന്നു. എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഹോംവർക്ക് പോലെ. അതായത് എന്തായിരുന്നു തന്നിരുന്ന ആക്ടിവിറ്റി? ലെയറിംഗിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, അതായത് പതിവയ്ക്കലിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും അതിന്റെ കോട്ടങ്ങളും എന്തൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിരുന്നു. എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ആദ്യം അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ആ ചെയ്തെടുത്ത് വെച്ചൊന്ന് നോക്കുക. എന്നിട്ട് പറയുന്നത് കറക്റ്റ് ആണോ എന്ന് എഴുതിയിരിക്കുന്നത് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ പറഞ്ഞു എന്തായാലും നമുക്ക് ആ ടെക്സ്റ്റിൽ കുറേ നമുക്ക് ആ എന്താണ് ലെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പതിവയ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിരുന്നു. ആ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കുക, മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. അതായത് മിക്കവാറുമുള്ള എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഈ രീതിയിൽ നമുക്ക് ലെയറിങ്ങിലൂടെ ഒരു പുതിയ പ്ലാന്റ്ലെറ്റ്സ് അതിൽ നിന്ന് ഫോം ചെയ്തെടുക്കുക. ഒരു തൈച്ചെടി ലെയറിങ്ങിലൂടെ മിക്കവാറുമുള്ള എല്ലാ ചെടികളിലും, അതായത് ഈ ലെയറിങ് അല്ലെങ്കിൽ പതിവയ്ക്കൽ എന്ന് പറയുന്ന പ്രക്രിയ എല്ലാ ചെടികളിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതതിൻ്റെ മെറിറ്റ്സ് ആണോ ഡിമെറിറ്റ്സ് ആണോ? അതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോഴത് മെറിറ്റ്സ് ആണ്. സെക്കൻഡ് നോക്കുക, the plants formed from layering do not have much lifespan as plants formed from seed germination. They will be smaller size too. എന്താണ്? Plants formed from layering do not have as much lifespan as plants formed from seed germination. അതായത് എന്താണ്, നമ്മൾ വിത്ത് സീഡ് ജെർമിനേഷൻ മീൻസ് എന്താണ്? വിത്ത് മുളച്ച് ഒരു പുതിയ ചെടി ഉണ്ടാകുന്നത്. ആ വിത്ത് മുളച്ച് ഒരു ചെടി ഉണ്ടാക്കുന്ന അത്രയും കാലം ലെയറിങ്ങിലൂടെ നമ്മൾ മുളപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ചെടി നിലനിൽക്കില്ല. അതിൻ്റെ ലൈഫ് സ്പാൻ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴും എന്താണ്, അതതിൻ്റെ മെറിറ്റാണോ ഡിമെറിറ്റാണോ? അപ്പോഴും വിത്ത് മുളച്ച് നിൽക്കുന്ന ചെടിയുടെ അത്രയും ലൈഫ് സ്പാൻ, അതായത് അതിൻ്റെ അത്രയും ഒരു ആയുർദൈർഘ്യം അത് എന്തിനു കാണത്തില്ല? ഈ ലെയറിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു തൈച്ചെടിക്ക് കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്താണ്, ഒരു ഡിമെറിറ്റാണ്, ഒരു ദോഷമാണ്. നമുക്ക് അതിനൊരു ഗുണത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അതായത് ലെയറിങ്ങിലൂടെ നമുക്ക് ഒത്തിരി വിത്ത് മുളപ്പിച്ചെടുക്കുന്ന ചെടി നമുക്ക് ഒത്തിരി നാളും നിലനിൽക്കുന്ന, പക്ഷെ ലെയറിങ്ങിലൂടെ നിൽക്കുന്നത് കുറച്ചു കാലം മാത്രം നിൽക്കുന്നു. അപ്പോൾ ഏതവിടെ നല്ലത്? വിത്ത് മുളച്ചെടുക്കുന്നതല്ലേ. അപ്പോഴേ ഇത് അതിൻ്റെ ഒരു ഡിമെറിറ്റ് അല്ലെങ്കിൽ ദോഷമാണ്. പിന്നെ അതിൽ തന്നെ അടുത്ത സെന്റൻസ് പറഞ്ഞു, ദേ വിൽ ബി സ്മാളർ സൈസ് ടു. അതുപോലെ സൈസും ചെറുതായിരിക്കും. അപ്പോൾ വിത്ത് മുളപ്പിച്ചെടുക്കുന്നത് നല്ല വലിയ സൈസിൽ വളരും, പക്ഷേ ഈ ലെയറിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പുതിയൊരു സാപ്ലിങ്സ് അല്ലെങ്കിൽ തൈച്ചെടി എന്ന് പറയുന്നത് അത്രയും സൈസ് അങ്ങോട്ട് കാണത്തില്ല. അപ്പോൾ അതും അതിൻ്റെ ഒരു ഡിമെറിറ്റാണ്. തേർഡ് വൺ നോക്കാം, ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് പേരന്റ് പ്ലാന്റ്. പേരന്റ് പ്ലാന്റിന്റെ എല്ലാ ക്വാളിറ്റിയോടും ചേർന്നതായിരിക്കും നമ്മൾ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ആ സാപ്ലിങ്സ് എന്ന് പറയുന്നത്, തൈച്ചെടി പോലെ. അത് അതിൻ്റെ ഒരു മെറിറ്റ് ഗുണമാണ്. അതായത് നമ്മുടെ പേരന്റ് പ്ലാന്റ് നമുക്കറിയാം. അപ്പോഴേ എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതേ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോഴേ എന്താണ്, പേരന്റ് പ്ലാന്റ്, ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദി പേരന്റ് പ്ലാന്റ്. പേരന്റ് പ്ലാന്റിന്റെ അതേ ക്വാളിറ്റിയിലുള്ള എന്തായിരിക്കും സാപ്ലിങ്സ് ആയിരിക്കും ഇതുവഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു മെറിറ്റ് ആണ്. Then fourth one, if layering is done on diseased plants, new plantlets will also be infected. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അവിടെ നമ്മൾ പറഞ്ഞത് പേരന്റ് പ്ലാന്റിന്റെ എല്ലാ ക്വാളിറ്റിയും കിട്ടുന്നു. അവിടെ നല്ല ക്വാളിറ്റിയും കാണും, ചീത്ത ക്വാളിറ്റിയും കാണും. ഇപ്പൊ പറഞ്ഞ പോയിന്റ് അതാണ്. ഇപ്പൊ ഒരു പേരന്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഡിസീസ്ഡ് പ്ലാന്റ് ആയിരിക്കാം, എന്തെങ്കിലും അസുഖം ബാധിച്ചതോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് അതിനൊരു ഡിമെറിറ്റ്സ് ഉള്ളൊരു പ്ലാന്റ് ആയിരിക്കാം. അപ്പോൾ ആ പ്ലാന്റിൽ നമ്മൾ ലെയറിങ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന സാപ്ലിങ്സും എന്തായിരിക്കും, അതുപോലെ ഇൻഫെക്റ്റഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു പേരന്റ് പ്ലാന്റിന്റെ അതേ ക്വാളിറ്റിയിലുള്ള പ്ലാന്റ്സിനായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോഴേ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ എന്താണ്, അത് നമുക്ക് എന്താണ് ആ ഡിസീസുള്ള ഒരു പ്ലാന്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ഒരു സാപ്ലിങ്സ് മാത്രമേ തൈച്ചെടിയെ നമുക്ക് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഒരു ദോഷമാണ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ആണ്. ദെൻ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ഓഫ് such plants are faster than those in plants formed from seeds. അതായത് വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടികളെക്കാൾ വളരെ വേഗത്തിൽ ഫ്രൂട്ടിങ്ങും ഫ്ലവറിങ്, അതായത് വിത്ത് ഉണ്ടാകും, ഫ്രൂട്ടിങ് മീൻസ് ഫലം ഉണ്ടാകും, അതായത് കായ്ക്ക് അത് പൂക്കുകയും ഫ്ലവറിങ് പൂക്കുകയും കായ്ക്കുകയും പെട്ടെന്ന് ഏതിൽ നടക്കും, നമ്മൾ ലെയറിങ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സാപ്ലിങ്സ് തൈച്ചെടിയിൽ നടക്കുന്നത്. അതായത് ഏതിലാണ് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നത്?
അതിൻ്റെ ഈ ലെയറിങ് വഴി ഫോം ചെയ്യുന്ന ഒരു പ്ലാന്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ആ തൈച്ചെടിയിലായിരിക്കും നമുക്ക് വേഗം അതിൻ്റെ എന്താണ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ ഈ ലെയറിങ് എന്ന് പറയുന്നത് എന്താണ് ഒരു മെറിറ്റാണ്, അത് അതിൻ്റെ ഒരു ഗുണമേന്മയാണ്. നെക്സ്റ്റ് വൺ, ത്രൂ ദിസ് മെത്തേഡ് വി ക്യാൻ പ്രൊഡ്യൂസ് മോർ സാപ്ലിങ്സ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ്. അതായത് ഈ ലെയറിങ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമുക്ക് എന്താണ് വി ക്യാൻ പ്രൊഡ്യൂസ് മോർ സാപ്ലിങ്സ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ്. ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് എന്താണ് തൈച്ചെടികൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. നമ്മൾ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അല്ലെങ്കിൽ ഒരു സെലക്ട് ചെയ്ത് ഏത് ബ്രാഞ്ചാണോ നമുക്ക് തൈച്ചെടിക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അത് നമ്മൾ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്താണ് പുതിയ ചെടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു പ്രോസസ്സാണ് ലെയറിങ് എന്ന് പറഞ്ഞു. അപ്പോഴേ ഈ ലെയറിങ് വഴി എന്താണ് നമുക്ക് ക്യാൻ പ്രൊഡ്യൂസ് മോർ സാപ്ലിങ്സ് വിത്ത് എ ഷോർട്ട് പീരീഡ്. അതായത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എന്താണ് ഒരുപാട് സാപ്ലിങ്സ് അതായത് തൈച്ചെടികളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അതിൻ്റെ എന്താണ് ഒരു മാറ്റാണ്. പിന്നീട് ലാസ്റ്റ് വൺ പറയുന്നത് ലേഡ് പ്ലാന്റ്സ് ഡു നോട്ട് പ്രോസസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. ലേഡ് പ്ലാന്റ്സ് ഡു നോട്ട് പ്രോസസ് ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടാപ്പ് റൂട്ട് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് പ്ലാന്റ്സിൽ രണ്ട് തരത്തിലുള്ള റൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു മെയിൻ എന്താണ് ബ്രാഞ്ച് പോലെ, അതായത് മെയിൻ റൂട്ട് മണ്ണിനടിയിലേക്ക് പോകുന്നു, അതിൽ നിന്ന് പിന്നീട് എന്താണ് സബ് റൂട്ട്സുകൾ ഉണ്ടാകുന്നു, അതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. മറ്റേ ഫൈബ്രസ് റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ചെറിയ ചെറിയ നാരുകൾ പോലെ ധാരാളം ഫൈബറുകൾ പോലെ അവിടെ എന്താണ് ആ ടാപ്പ് റൂട്ട് ഒരു മെയിൻ റൂട്ട് അവിടെ കാണപ്പെടുന്നില്ല. അപ്പോഴേ ഇവിടെ നമുക്ക് എന്താണ് ഈ ലേഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് പോസസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. അവിടെ എന്താണ് ആ ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ല അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ എന്താണ് മൊത്തം ഫൈബ്രസ് റൂട്ട് ആയിരിക്കും. അപ്പോൾ അത് അതിൻ്റെ എന്താണ് ഒരു ഡിമെറിറ്റാണ്. ഇവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെയിൻ സ്റ്റെമ്മ് കാണും, പിന്നീട് എന്താണ് നമ്മുടെ ഈ ലേഡ് പ്ലാന്റ്സിൽ നമ്മൾ ലേഡ് പ്ലാന്റ്സ് വഴി അല്ലെങ്കിൽ ഈ ലെയറിങ്ങിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സിന് ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം ഫസ്റ്റ് ചെയ്യില്ല, അവിടെ അത് ഇല്ലായിരിക്കും, അവിടെ ഫൈബ്രസ് റൂട്ട് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞത്. ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്ത് എഴുതിക്കോളാം. നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോകാം. നമ്മൾ ലെയറിങ് പഠിച്ചു. ലെയറിങ് എന്ന് പറയുന്നത് ഈ എന്തിനാണ് ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത്? നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്ലാന്റ്ലെറ്റ്സിന് തൈച്ചെടികൾ ഗുണമേന്മയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ ലെയറിങ്. ഇനി അതുപോലെ തന്നെ എന്താണ് ഈ വേറൊരു മെത്തേഡാണ്, അതായത് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഇത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗ് അതായത് എന്താണ് ഗ്രാഫ്റ്റിംഗ് ഈസ് ദ മെത്തേഡ് പ്രൊഡ്യൂസ്ഡ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ്. അതായത് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്ലെറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് എന്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗുണമേന്മയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗമാണ് എന്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ലെയറിങ് നമ്മൾ പറഞ്ഞു, അതും എന്താണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഇവിടെയും എന്താണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് തൈച്ചെടികളെ അല്ലെങ്കിൽ സാപ്ലിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗമാണിത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നോക്കാം ഇവിടെ ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് നോക്കാം. ഈ ഗ്രാഫ്റ്റിംഗ് എന്താണ് ഈ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ഈ ഗ്രാഫ്റ്റിംഗിലൂടെ എങ്ങനെയാണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Produced by joining the stem of two plants of the same species. അതായത് ഒരേ സ്പീഷീസിൽ പെട്ട രണ്ട് ചെടികളുടെ എന്താണ് സ്റ്റെമ്മുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ചേർത്തുകൊണ്ടാണ് എന്ത് നടത്തുന്നത് ഈ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. അതായത് ഈ ഗ്രാഫ്റ്റിംഗിലൂടെ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടു പ്രൊഡ്യൂസ് എന്താണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് ടു പ്ലാന്റ്സ് ഓഫ് ദി സെയിം സ്പീഷീസ്. ബൈ ജോയിനിങ് എന്താണ് ചേർത്തുകൊണ്ട്, ജോയിൻ ചെയ്യുക മീൻസ് ചേർത്തുകൊണ്ട്. എങ്ങനെ എന്ത് ചേർക്കുന്നുണ്ട്? ബൈ ജോയിനിങ് ദ ടു സ്റ്റെംസ് ഓഫ് ദി പ്ലാന്റ്സ്. അതായത് രണ്ട് പ്ലാന്റ്സിന്റെ തങ്ങളിൽ സ്റ്റെം ചേർക്കുന്നു. ആ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? സെയിം സ്പീഷീസിലുള്ള പ്ലാന്റ് ആയിരിക്കും. അത് ഒരേ സ്പീഷീസിലുള്ളത്. ഇപ്പം രണ്ട് മാവുകളാണെങ്കിൽ രണ്ട് ഒരേ സ്പീഷീസിലുള്ള രണ്ട് മാവ്, രണ്ട് വ്യത്യസ്തമാണ്. നമുക്കറിയാം നാടൻ മാവുകളുണ്ട്, അതുപോലെ നമ്മുടെ ഇൻഡിജിനിയസ് വെറൈറ്റീസ് ആയിട്ടുള്ള മാവുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് രണ്ട് മാവുകൾ അല്ലെങ്കിൽ രണ്ട് വേറെ ഏത് പ്ലാന്റ് എടുത്താലും ഇപ്പം വേറെ എന്താണ്
മാവ് അല്ലെങ്കിൽ പ്ലാവ്, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് മരത്തിൽ വേണമെങ്കിലും ഏത് പ്ലാന്റിൽ വേണമെങ്കിലും നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോഴേ ഇവിടെ ഈ ഗ്രാഫ്റ്റിങ്ങിലൂടെ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, ജോയിനിങ് ദ സ്റ്റെം ഓഫ് 2 plants ഓഫ് ദി സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിൽ പെട്ട, അവിടെയാണ് ആ പോയിന്റ് ശ്രദ്ധിക്കുക. ഏതെങ്കിലും രണ്ട്, ഇപ്പോൾ ഒരു പ്ലാവും ഒരു മാവും ഒക്കത്തില്ല. ഏത് പ്ലാന്റ് എടുത്താലും അത് ഒരേ സ്പീഷീസിൽ പെട്ട 2 പ്ലാന്റ് ആയിരിക്കണം. 2 സ്പീഷീസ് ആവാനായിട്ട് അവിടെ പാടില്ല. അതായത് 2 വർഗത്തിൽ പെട്ട പ്ലാന്റ് ആവാൻ പാടില്ല, ഒരേ വർഗത്തിൽ തന്നെ പെട്ട പ്ലാന്റുകളായിരിക്കണം. അപ്പോഴേ എന്താണ്, ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് 2 plants ഓഫ് ദി സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിൽ പെട്ട 2 പ്ലാന്റ്സുകളുടെ സ്റ്റെമ്മുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഗ്രാഫ്റ്റിംഗിൽ എന്താണ്, സുപ്പീരിയർ ക്വാളിറ്റി ഗുണമേന്മയുള്ള തൈച്ചെടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് അനദർ മെത്തേഡ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ദ എന്താണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ്. എന്താണ്, ഗുണമേന്മയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗമാണ് എന്ത്, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ്റ്റിംഗിൽ എങ്ങനെ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് 2 plants ഓഫ് ദി സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസ്, ഒരേ വർഗത്തിൽ പെട്ട 2 ചെടികളുടെ കൊമ്പുകൾ തമ്മിൽ ചേർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഒട്ടിച്ച് വെച്ചുകൊണ്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡിൽ. ഇനി ഇവിടെ നമ്മളിവിടെ 2 പ്ലാന്റ്സുകൾ എടുക്കുന്നു എന്ന് പറഞ്ഞു. 2 പ്ലാന്റ്സുകൾ എടുത്തെങ്കിൽ 2 നമുക്ക് ചേർത്ത് വെച്ച് ഒട്ടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെ ഇനി 2 ടേം നമുക്ക് നോക്കാനുണ്ട്, സ്റ്റോക്ക് ആൻഡ് സൈഡ്. സ്റ്റോക്ക് മീൻസ് മൂലകാണ്ഡം. സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താണ്, മൂലകാണ്ഡം. സൈഡ് ഒട്ടുകമ്പ്. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് 2 plants ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിൽ പെട്ട 2 പ്ലാന്റ്. അപ്പോഴേ ഇവിടെ നോക്കാം, സ്റ്റോക്ക് എന്ന് പറയുന്ന മൂലകാണ്ഡം അത് എന്താണ്, ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. അതായത് നമ്മൾ എന്താണ്, ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ആ ഒരു ചെടി, അതാണ് റൂട്ടഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ചെടി, ഒരു വേരോടെ ഉള്ളൊരു ചെടി എടുക്കുന്നു. ആ ചെടിയിലാണ് നമ്മൾ മറ്റൊരു പ്ലാന്റിന്റെ കൊമ്പ് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കുന്നത്. അപ്പോഴേ ഇവിടെ നമ്മൾ 2 പ്ലാന്റ് എടുക്കുന്നു നേരത്തെ പറഞ്ഞു. ആ മെത്തേഡ് പറഞ്ഞപ്പോഴേ പറഞ്ഞു എന്താണ്, ദ സ്റ്റെം ജോയിനിങ് ദ സ്റ്റെം ഓഫ് 2 plants ഓഫ് ദ സെയിം സ്പീഷീസ്. 2 പ്ലാന്റ്, അതായത് ഒരേ സ്പീഷീസിൽ പെട്ട 2 പ്ലാന്റ് ആണ് എടുക്കുന്നത്. അപ്പോഴേ ഇവിടെ സ്റ്റോക്കും സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക്, സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, മൂലകാണ്ഡം. അതായത് നമ്മൾ എന്താണ്, ആ റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന, ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ആ ഒരു പ്ലാന്റ് ചെടി, അതിനെയാണ് എന്താ പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സൈഡ് എന്ന് പറയുന്നത്, ഒട്ടുകമ്പ്. അതായത് ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. അപ്പൊ 2 പ്ലാന്റ് എടുക്കുന്നു, അതിൽ ഒന്ന് നമുക്ക് എന്താണ്, ഒരു റൂട്ടഡ് പ്ലാന്റ്, അതായത് സ്റ്റോക്ക്, നമ്മൾ ആ വേരോട് കൂടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇനി അടുത്ത എന്താണ്, സൈഡ് അല്ലെങ്കിൽ ഒട്ടുകമ്പ്. അടുത്ത പ്ലാന്റിന്റെ നമുക്ക് ഇതിനോട് ചേർക്കേണ്ട കമ്പ് ഏതാണോ ആ ഒരു ബ്രാഞ്ച്, ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. ഇവിടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ആൻഡ് സൈഡ് ഈസ് ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. നമുക്ക് എന്താണ്, മൂലകാണ്ഡം എന്ന് പറയുന്നത് എന്താണ്, ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടി അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞ ആ പ്രക്രിയ നമുക്ക് അത് തന്നെ അറിയാം. കൊമ്പൊട്ടിക്കൽ നമ്മൾ 2 കൊമ്പുകൾ നമ്മൾ ചേർത്തൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന വേരോട് കൂടിയ ആ ഒരു ചെടിയാണ് എന്ത് പറയുന്നത്, മൂലകാണ്ഡം അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിലേക്ക് ഒട്ടിക്കുന്ന ആ ഒരു കമ്പ്, ആ ബ്രാഞ്ചിനെയാണ് എന്ത് പറയുന്നത്, സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക എന്താണ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ്. ഗുണമേന്മയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗമാണ് എന്ത്, ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അവിടെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സാപ്ലിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് 2 plants ഓഫ് ദി സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിൽ പെട്ട 2 പ്ലാന്റുകളുടെ എന്താണ്, കൊമ്പുകൾ തമ്മിൽ ചേർത്ത് ഒട്ടിച്ചുകൊണ്ടാണ് ഈ ഗുണമേന്മയുള്ള ചെടികൾ നിർമ്മിച്ചെടുക്കുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അവിടെ നമ്മൾ 2 ടേം പറഞ്ഞു, സ്റ്റോക്ക് ആൻഡ് സൈഡ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ദി ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടി, അതിനെയാണ് മൂലകാണ്ഡം എന്ന് പറയുന്നത്. സൈഡ് ഒട്ടുകമ്പ് എന്ന് പറയുന്നത് ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ദി ഗ്രാഫ്റ്റിംഗ്. എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു, ആ
നമ്മൾ റൂട്ടഡ് പ്ലാന്റിനോട് ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ബ്രാഞ്ച്, അതിനെയാണ് എന്ത് പറയുന്നത്? സയൺ അല്ലെങ്കിൽ ഒട്ടുകൊമ്പെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വയ്ക്കുക. ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 11 അതിനകത്ത് ആ ഒരു സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താണ്, ഇവിടെ 2 മാംഗോ ട്രീസ്, 2 മാവിൻ്റെ തൈകൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ആ മാവ് എടുത്തിട്ട്, ആ മാംഗോ ട്രീ എന്ന് വെച്ചാൽ മാവ്, അതിൻ്റെ എന്താണ് 2 വ്യത്യസ്തമായിട്ട്, ഒന്നൊരു നീല, പിന്നെ എന്താണ് ഒരു മൽഗോവ, 2. ഒന്ന് എന്താണ് നമ്മുടെ നാടൻ വെറൈറ്റി, ഒന്ന് നമ്മുടെ എക്സോട്ടിക് വെറൈറ്റിയാണ്. ഇൻഡിജിനിയസ് വെറൈറ്റി, എക്സോട്ടിക് വെറൈറ്റി, നമ്മുടെ നാടനും ഒന്ന് നമ്മുടെ അന്യദേശങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയ വെറൈറ്റി. അപ്പോൾ ആ 2 ചെടികളുടെ എന്താണ് ഇവിടെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് അപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ നോക്കാം, ഇവിടെ നമുക്കറിയാം 2 പ്ലാന്റുകൾ എടുത്തേക്കുന്നു ഒരേ ഇപ്പം മാവെന്ന് പറയുമ്പോഴത്തേക്ക് 2ഉം ഒരേ സ്പീഷീസിൽ പെട്ടതാണ്. 2 മാവ്, അതിൻ്റെ എന്താണ് സ്പീഷീസ് സെയിം തന്നെയാണ്. ആ സ്പീഷീസിൽ പെട്ട്, അതായത് 2 പ്ലാന്റ് എടുക്കും, സെയിം സ്പീഷീസിൽ 2 പ്ലാന്റ് എടുക്കുന്നു. അതിലിതാ ഒന്ന് സ്റ്റോക്കായിട്ടും ഒന്ന് സൈഡായിട്ടും. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന, അതായത് കൊമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് എന്ത് സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം എന്ന് പറയുന്നു. അത് ഇവിടെ ഒരെണ്ണം സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത സൈൺ എന്ന് പറയുന്നത് ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആ ഒരു കൊമ്പ് ഒട്ടിക്കാൻ വേണ്ടി, ഈ റൂട്ടഡ് പ്ലാന്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, വേരോട് കൂടിയ ചെടിയിൽ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു കൊമ്പ്, ഒരു ബ്രാഞ്ച്, അതിനെയാണ് സൈൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്കും സൈണും നമുക്കിവിടെ എടുക്കും. ഇനി നോക്കാം, അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ peel off the bark from the facing sides of both of the stalk and sign in 3.5 cm length. അതായത് ഈ എന്താണ് നമ്മുടെ സ്റ്റോക്കും സൈണും എടുത്തു, അതായത് ആ നമുക്ക് ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്ന റൂട്ടഡ് പ്ലാന്റും അതുപോലെ ആ എന്താണ് ഗ്രാഫ്റ്റിങ്ങിന് അവിടെ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ബ്രാഞ്ചും, 2ന്റെയും ആ ഒരുപോലെ വരുന്ന ഫേസിന്, അതായത് 2ഉം ആ ഒരേ സൈഡ് നമുക്ക് ചേർത്ത് വെക്കണം. ആ 2ഉം ആ ചേർത്ത് വെക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് 3.5 cm ലെങ്ത്തിൽ അതിൻ്റെ തൊലി ചെത്തി മാറ്റുക. പറയുന്നത് ശ്രദ്ധിക്കുക, ഫിഗറും കൂടി ശ്രദ്ധിക്കുക. ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഒരു 3.5 cm ലെങ്ത്തിൽ ആ 2 പ്ലാന്റിൻ്റെയും, അതായത് സ്റ്റോക്കിൻ്റെയും സൈണിൻ്റെയും എന്താണ് ആ തൊലി അവിടെ നമ്മൾ ചെത്തി മാറ്റുക. സ്റ്റോക്കിൻ്റെയും സൈണിൻ്റെയും തൊലി ചെത്തി മാറ്റുക. സെക്കൻഡ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, bring the peeled off portion of the stalk and sign in contact with each other, wrap them together firmly with the jute twine. അതായത് എന്താണ്, ഈ 2 പ്ലാന്റ് എടുക്കുന്നു നമ്മൾ, ഈ സ്റ്റോക്കും സൈണും എടുത്തു. ആ സ്റ്റോക്കിൻ്റെയും സൈണിൻ്റെയും ആ വരുന്ന ഫേസ്, അതായത് 2ഉം ചേർന്ന് വരുന്ന ആ ഫേസിൽ എന്താണ് 2 പ്ലാന്റിൻ്റെയും സ്റ്റോക്കിൻ്റെയും സൈണിൻ്റെയും ആ എന്താണ് തൊലി ഒരു 3.5 cm ലെങ്ത്തിൽ നമ്മൾ ചെത്തി മാറ്റിയെടുത്തു. ആ ചെത്തി മാറ്റിയെടുത്തിട്ട് ആ നമ്മൾ അവിടെ കട്ട് ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ 2 പ്ലാന്റും കൂടെ ചേർത്ത് വെച്ച് ഒരു ജൂട്ട് ടോയിൻ, അതായത് ചണം, നമുക്ക് ചാക്കിൻ്റെയൊക്കെ നൂലറിയാലോ, അതിനുള്ളിൽ ചണം എന്ന് പറയുന്നത്, ആ ചണം ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടിവെക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് എന്താണ്, ഈ സ്റ്റോക്കും സൈണും തിരഞ്ഞെടുത്ത് അതിൻ്റെ എന്താണ് ആ ഒരു 2 പ്ലാന്റിൻ്റെയും എന്താ സ്റ്റോക്കിൻ്റെയും സൈണിൻ്റെയും ഒരു 3.5 cm ലെങ്ത്തിൽ അതിൻ്റെ തൊലി ആ ബാർക്ക് ചെത്തി മാറ്റുക. എന്നിട്ട് ആ ചെത്തി മാറ്റിയിട്ട് ആ 2 മുറിവും കൂടെ, ആ കട്ടിങ് 2ഉം കൂടെ ചേർത്ത് വെച്ച് ഒരു ജൂട്ട് ടോയിൻ ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടിവെക്കുക. നോക്കാം, കവർ ഇറ്റ് വിത്ത് വാക്സ് ക്ലോത്ത് ഓർ പ്ലാസ്റ്റിക് ടേപ്പ്. എന്നിട്ട് ഇതിനെ എന്താണ് നമ്മൾ ഈ ജൂട്ട് ടോയിൻ ഉപയോഗിച്ച് കെട്ടിവെച്ചിട്ട് അതിനെ എന്താണ് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ വാക്സ് മെഴുകിൻ്റെ തുണിയോ ഒക്കെ കൊണ്ട് അതിനെ കവർ ചെയ്തിരിക്കുക. എന്തിനായിരിക്കും പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ മെഴുകിൻ്റെ തുണിയോ ഒക്കെ കൊണ്ട് നമ്മളതിനെ കവർ ചെയ്ത് വെക്കുന്നത്? അതിനകത്ത് എന്താണ് വെള്ളം വീഴാതിരിക്കാനായിട്ട്. അവിടെ എന്താണ് ആ മോയ്സ്ചർ അല്ലെങ്കിൽ അവിടെ വാട്ടറിൻ്റെ കണ്ടന്റ് അവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പം മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ വെള്ളമൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നിൽ, നമുക്കറിയാം വാക്സ് മെഴുകിനകത്തൊക്കെ വെള്ളം വീഴാൻ നിൽക്കത്തില്ലല്ലോ, അത് തെറിച്ചൊക്കെ പോകുമല്ലോ. അതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിക്കും. അപ്പോഴേ അതുപയോഗിച്ച് ആ ജൂട്ട് ടോയിൻ ഉപയോഗിച്ച് ആ മുറിവ് നമ്മൾ കെട്ടിയ ഭാഗം വീണ്ടും കവർ ചെയ്ത് വെക്കുക. പിന്നീട് എന്താണ്, ആഫ്റ്റർ 1 month cut partially the stalk above the covered area and sign below it. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞു.
ഇവിടെ എന്താണ് സ്റ്റോക്ക് സൈഡും തിരഞ്ഞെടുത്ത് 3.5 സെന്റിമീറ്റർ ലെങ്തിൽ അതിന്റെ തൊലി ചെത്തി മാറ്റി, ആ ചെത്തി മാറ്റി 2 കട്ടിങ്ങും കൂടെ ചേർത്ത് നമ്മൾ ടോയിൻ ഉപയോഗിച്ച് കെട്ടി. പിന്നീട് അതിനകത്ത് എന്താണ് വാട്ടർ കണ്ടന്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ നമ്മൾ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ വാക്സിന്റെ ക്ലോത്തോ ഒക്കെ കൊണ്ട് നമ്മൾ അതിനെ മൂടി വെച്ചിട്ട് ഇനി 1 മന്ത് കഴിയുമ്പോഴത്തേക്ക്, ഏകദേശം 1 മന്ത് കഴിയുമ്പോഴത്തേക്ക് കട്ട് പാർഷ്യലി സ്റ്റോക്ക് എബവ് ദ കവേർഡ് ഏരിയ. അതായത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത ആ റൂട്ടഡ് പ്ലാന്റ്, ആ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം, ആ കെട്ടുണ്ടല്ലോ നമുക്കിവിടെ കെട്ടി വെച്ചിരിക്കുന്നില്ലേ, കെട്ടിന് മുകൾ ഭാഗത്ത് വെച്ച് സ്റ്റോക്കും കെട്ടിന് താഴെ വെച്ച് സൈണും പകുതി പാർഷ്യലി കട്ട് ചെയ്യുക. പാർഷ്യലി എന്ന് വെച്ചാൽ മൊത്തത്തിൽ മുറിച്ച് കളയത്, പകുതി മാത്രം മുറിച്ച് വെക്കുക. സ്റ്റോക്കിന്റെ മുകൾ ഭാഗം, സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത ആ ഒരു റൂട്ടഡ് പ്ലാന്റ്, ആ റൂട്ടഡ് പ്ലാന്റിന്റെ കെട്ടിന് ആ ജൂട്ട് ടോയിൻ വെച്ച് നമ്മൾ കെട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് നമ്മൾ കവർ ചെയ്ത് വെച്ചില്ലേ, ആ കെട്ടിന് മുകളിൽ വെച്ചിട്ട് സ്റ്റോക്കിന് പാർഷ്യലി കട്ട് ചെയ്യുക. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത്. ഒരു 1 മന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പാർഷ്യലി കട്ട് ചെയ്യുക. അതുപോലെ സൈഡിന്റെ പോർഷൻ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആ ബ്രാഞ്ച്, അതിന്റെ താഴെ പോർഷനും കട്ട് ചെയ്യുക. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ആ ഫിഗർ ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് ഇവിടെ നമുക്കറിയാം ഈ 2 കട്ടിങ്ങും കൂടെ ചേർത്ത് വെച്ചാണ് കെട്ടിയത്. ചേർത്ത് വെച്ച് കെട്ടിയിട്ട് ഇത് റൂട്ടിന്റെ ബാക്കി ഭാഗവും ഈ റൂട്ടഡ് പ്ലാന്റിന്റെ ഭാഗമാണ് ഈ പോയിക്കുന്നത്. ഇത് നമ്മൾ തിരഞ്ഞെടുത്ത സ്റ്റെമ്മിന്റെയും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ 1 മന്ത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്കിന്റെ എന്താണ് ആ കെട്ടിന് മുകളിൽ വെച്ചിട്ടും സൈഡിന്റെ കെട്ടിന് താഴെയും വെച്ചിട്ടായിട്ട് പാർഷ്യലി കട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു 1-2 മന്ത് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് വീണ്ടും വളർന്നു വരും. അപ്പോഴിതിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പാർഷ്യലി കട്ട് ചെയ്ത ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നോക്കാം, ഈ ഇവിടെ നമുക്കിവിടെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ കെട്ടിന് താഴെ എന്താണ് സ്റ്റോക്കിന്റെ പാർട്ട്, നമ്മൾ റൂട്ടഡ് പ്ലാന്റ്, മുകളിലോട്ട് എന്താണ് നമ്മുടെ സൈഡ്, നമ്മൾ ഏത് കമ്പാണോ ഒട്ടിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ് ഇത് തങ്ങളിൽ ജോയിൻ ചെയ്ത് ഇത് പിന്നെ എന്താണ് ഒരു ഒറ്റ പ്ലാന്റ് ആയിട്ട് വളർന്നു വരും. അതാണ് ഇവിടെ എന്താണ് ഗ്രാഫ്റ്റിംഗ്, കൊമ്പ് ഒട്ടിക്കൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ വേറൊരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരേ സ്പീഷീസിലെ തന്നെ 2 പ്ലാന്റ് അല്ലേ എടുത്തത്, ആ പ്ലാന്റിന്റെ കൊമ്പല്ലേ അടുത്ത പ്ലാന്റിൽ നമ്മൾ ഒട്ടിച്ച് ചേർത്ത് വെച്ചത്. അതാണ് ഇവിടെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക ഒന്നുകൂടെ, ഇവിടെ എന്താണ് സ്റ്റോക്കും സൈഡും തിരഞ്ഞെടുത്തു. അതിന്റെ 2നെ എന്താണ് ഒരു 3.5 സെന്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത പോർഷൻ എന്താണ് നന്നായിട്ട് കെട്ടിവെച്ചു, ജൂട്ട് ടോയിൻ ഉപയോഗിച്ച് കെട്ടിവെച്ചു. അതിനുശേഷം എന്താണ് വാക്സ് അല്ലെങ്കിൽ എന്താണ് ആ മെഴുക് തുണിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഒക്കെ കൊണ്ട് നമ്മൾ അതിനെ കവർ ചെയ്ത് വെച്ചു. കവർ ചെയ്ത് വെച്ചിട്ട് എന്താണ് ഒരു 1 മന്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ആ റൂട്ടഡ് പ്ലാന്റ്, അതായത് സ്റ്റോക്കിന്റെ ആ കവറിങ്ങിന് മുകളിലുള്ള പോർഷനും സൈഡിന്റെ കവറിങ്ങിന് താഴെയുള്ള പോർഷനും നമ്മൾ പാർഷ്യലി കട്ട് ചെയ്യുന്നു. വീണ്ടും 1 മന്ത് കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്താണ് അതിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു, മുറിച്ച് മാറ്റി. അപ്പോൾ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ പോർഷനും അടുത്ത സൈഡിന്റെ, അതായത് റൂട്ടഡ് പ്ലാന്റ് നമ്മുടെ ബ്രാഞ്ചുമായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ എന്താണ് പുതിയൊരു സ്ഥലത്തേക്ക് നമുക്കിതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നടാം. അതായത് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട്. ഇപ്പം ഇവിടെ എന്താണ് ആ നമ്മുടെ ഇപ്പോൾ ഒരു നാടൻ മാവ് എടുത്തു. ആ നീലം എന്ന് പറയുന്ന ഒരു മാവിനകത്ത് എന്താണ് മൽഗോവ എന്ന് പറയുന്ന ഒരു മാവിന്റെ കൊമ്പൊട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ നമുക്കിവിടെ അപ്ലൈ ചെയ്തത്. ഇത് ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ മെത്തേഡ് പ്രൊഡ്യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് എന്താണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ്. ഗുണമേന്മയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. മറ്റൊരു മാർഗമാണ് എന്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ പ്ലാന്റ്സിനെ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് 2 പ്ലാന്റ്സ് ഓഫ് ദി സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിൽ തന്നെ പെട്ട 2 പ്ലാന്റ്സുകളുടെ കൊമ്പുകൾ തമ്മിൽ ഒട്ടിച്ചു വയ്ക്കുന്നു. അവിടെ നമ്മൾ പറഞ്ഞ 2 വേർഡാണ് എന്ത് സ്റ്റോക്കും സൈഡും, മൂലകാണ്ഡവും അതുപോലെ ഒട്ടോകാമ്പും. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ് ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ആ കൊമ്പ് ഒട്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെയാണ് എന്ന് പറയുന്നത് റൂട്ടഡ് പ്ലാന്റ്. സൈഡ് അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന് പറയുന്നത് എന്താണ് ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. നമ്മൾ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു? ഈ കൊമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആ കൊമ്പ്, അതിനെയാണ് സൈഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഈ മെത്തേഡ്. ടെക്സ്റ്റ് നന്നായിട്ട് ആ ഫിഗർ നിങ്ങൾ നോക്കി അത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണ് ലെയറിങ് പറഞ്ഞു.
ഗ്രാഫ്റ്റിംഗ് പറഞ്ഞു. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത ഒരു മെത്തേഡ് ഉണ്ട്, വേറൊരു മെത്തേഡ്, അതായത് സുപ്പീരിയർ ക്വാളിറ്റിയുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ലെയറിംഗ് എന്താണെന്ന് പഠിച്ചു, ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു. രണ്ടും എന്താണ്? സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡുകളായിരുന്നു ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എന്താണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ബഡ്ഡിംഗ് അല്ലെങ്കിൽ മൂക്കുളനം എന്ന് പറയുന്നത്. ബഡ്ഡിംഗ് അല്ലെങ്കിൽ മൂക്കുളനം. ബഡ്ഡിംഗ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണും ബഡ് ചെയ്ത് വെച്ച റോസ്, അങ്ങനെയൊക്കെ നമുക്ക് പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു വെക്കുന്ന പല കളറിലൊക്കെ ഉള്ള. അപ്പോൾ എന്താണ് ഈ ബഡ്ഡിംഗ് അല്ലെങ്കിൽ മൂക്കുളനം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതും എന്താണ്? നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ബഡ്ഡിംഗ് അല്ലെങ്കിൽ മൂക്കുളനം. അതായത് ഗുണമേന്മയുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഗുണമേന്മയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന മറ്റൊരു മാർഗം. അതാണിത് മൂക്കുളനം എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഇനി എന്താണ് ഈ ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ബഡ്ഡിങ്ങിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കാം. ബഡ് ഈസ് ഗ്രാഫ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫ്റ്റിംഗ് എ ബ്രാഞ്ച് ടു അനദർ പ്ലാന്റ്. നമ്മൾ നേരത്തെ ഗ്രാഫ്റ്റിംഗ് പഠിച്ചു. എന്താണ്? വേറൊരു പ്ലാന്റിന്റെ, അതായത് സെയിം സ്പീഷീസിൽ തന്നെ രണ്ട് പ്ലാന്റ് കമ്പുകൾ ചേർത്ത് ഒട്ടിക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ഇവിടെയും ആ ഗ്രാഫ്റ്റിംഗ് മീൻസ് ഒട്ടിക്കുക എന്നുള്ള മീനിങ്. അപ്പോൾ ഇവിടെയും ഗ്രാഫ്റ്റിംഗ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്? ബ്രാഞ്ച് അല്ല ഒട്ടിക്കുന്നത്, അതിന് പകരം എന്താണ്? ഈ ബഡ് മീൻസ് എന്താണ്? മൂക്കുളം. നമ്മൾക്ക് എന്താ ഇങ്ങനെ നമുക്ക് ആ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് ഒരു ബ്രാഞ്ച് ആകുന്നതിന് മുമ്പ് അത് ജസ്റ്റ് ആ മുളച്ചു വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ഒരു ചെറിയ പോർഷൻ, അതിനെയാണ് നമ്മൾ ബഡ് എന്ന് പറയുന്നത്. അപ്പോഴേ ബഡ് ഈസ് ഗ്രാഫ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫ്റ്റിംഗ് എ ബ്രാഞ്ച് ടു അനദർ പ്ലാന്റ്. ഒരു പ്ലാന്റ് അല്ലെങ്കിൽ എന്താണ്, ഒരു ബ്രാഞ്ച് മറ്റൊരു പ്ലാന്റിൽ ഒട്ടിക്കുന്നതിന് പകരം ഇവിടെ എന്തൊട്ടിക്കുന്നു? ബഡ് ഗ്രാഫ്റ്റ് ചെയ്യുന്നു. ഇത് എന്താണ്? ഒരു ബ്രാഞ്ച് നമ്മൾ മറ്റൊരു പ്ലാന്റിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് പകരം ബഡിനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ബഡ്ഡിങ് അല്ലെങ്കിൽ മൂക്കുളനം എന്ന് പറയുന്നത്. എന്താണ്? ഒരു ശാഖ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് അതെന്താണ്, അല്ലെങ്കിൽ ഒരു കൊമ്പ് മറ്റൊരു പ്ലാന്റിലേക്ക് ഒട്ടിക്കുന്നതിന് പകരം ഒരു മുകുളം അവിടെ ഒട്ടിച്ചു വയ്ക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ബഡ്ഡിങ്ങിലൂടെ എന്താണ് നമുക്ക് we can produce the flowers of different colors in a same plant. ഒരു സെയിം പ്ലാന്റിൽ തന്നെ പല തരത്തിലുള്ള ഫ്ലവേഴ്സിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ചെടികളുണ്ടല്ലോ, ഇപ്പോൾ റോസ്, ചെമ്പരത്തി, തെറ്റി അങ്ങനെയൊക്കെയുള്ള ഈ എന്താണ് ചെടികളിലാണ്. നിങ്ങളൊക്കെ തന്നെ ഒരുപാട് കണ്ടു, ഒരു റോസയിൽ തന്നെ പല കളറിലെ പൂ പിടിച്ച് നിൽക്കുന്നത്. അതെല്ലാം എന്താണ്? ഈ ബഡ്ഡിങ്ങിലൂടെ ചെയ്തതാണ്. അതായത് എന്താണ്? വേറൊരു പ്ലാന്റിന്റെ ബഡ് എടുക്കുന്നത്. അവിടെ നമ്മൾ കൊമ്പല്ല ഒട്ടിക്കുന്ന, ഒരു ബഡ് എടുക്കുക, ഒരു ചെറിയൊരു ബഡ് സെലക്ട് ചെയ്തെടുത്ത് അത് ഈ പ്ലാന്റിലേക്ക് കൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ഡിങ്. അതായത് കൊമ്പിന് പകരം ഒരു ബഡിനെയാണ് അവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്? ബഡ്ഡിങ്. നോക്കാം, ഇൻ ദിസ് മെത്തേഡ് ബഡ് ഈസ് ഗ്രാഫ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫ്റ്റിംഗ് ബ്രാഞ്ച് ടു അനദർ പ്ലാന്റ്. മറ്റൊരു പ്ലാന്റിൽ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം എന്താണ്? ഒരു മുകുളം ഒട്ടിക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഈ ബഡ്ഡിങ്ങിനോട് നമുക്ക് എന്താണ് പ്രൊഡ്യൂസ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ പല കളറിലുള്ള എന്ത് ഫ്ലവേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്സ്, നേരത്തെ നമ്മൾ ലെയറിങ്ങിനും ഗ്രാഫ്റ്റിങ്ങിനും ഒക്കെ സ്റ്റെപ്സ് പറഞ്ഞു, അതുപോലെ ഇതിനും കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഈ ബഡ് ചെയ്യുന്നതിനും സ്റ്റെപ്പുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കാം. ടെക്സ്റ്റ് ആ ഫിഗറും അത് ചെയ്യുന്ന രീതിയും കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. നോക്കാം, ഫസ്റ്റ് പറയുന്ന കട്ട് ഓഫ് ദ ബഡ് ഫ്രം ക്വാളിറ്റി പ്ലാന്റ്. അതായത് നമുക്ക് എന്തും എടുക്കുമ്പോൾ നമുക്ക് ഗുണമേന്മയുള്ള പ്ലാന്റിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിപ്പോൾ ഗ്രാഫ്റ്റിങ്ങിനായാലും ലെയറിങ്ങിനായാലും ബഡ്ഡിങ്ങിനായാലും ഏതായാലും നമുക്ക് എന്താണ് ക്വാളിറ്റി പ്ലാന്റിന് പ്രൊഡ്യൂസ് അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് എന്താണ് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ട പ്ലാന്റ്സ് അല്ലെങ്കിൽ ആ തൈച്ചെടി സാപ്ലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പ്ലാന്റും അല്ലെങ്കിൽ പേരന്റ് പ്ലാന്റും എങ്ങനെ ആയിരിക്കണം? നല്ല സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. അപ്പോഴേ ഈ ക്വാളിറ്റി പ്ലാന്റിൽ നിന്ന് ഒരു ബഡ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബഡ് സെലക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഒരു നല്ല പ്ലാന്റിൽ നിന്ന്, അതായത് ഒരു നല്ല ഗുഡ് ക്വാളിറ്റിയിലുള്ള പേരന്റ് പ്ലാന്റിൽ നിന്ന് ഈ ബഡ് കട്ട് ചെയ്തെടുക്കുക, മുറിച്ച് മാറ്റുക. നോക്കാം, അവിടെ ബഡ് നമുക്ക് മുറിച്ച് മാറ്റിയതാണ് ഫസ്റ്റ് ഫിഗർ കാണിച്ചേക്കുന്നത്. ഈ സെക്കൻഡ് നോക്കാം,
ഇവിടെ കണ്ടോ, മേക്ക് ടി ഷേപ്ഡ് കട്ട് ഓൺ ദ പ്ലാന്റ് ഓൺ വിച്ച് ബഡ് ഈസ് ടു ബി ഗ്രാഫ്റ്റഡ് ആൻഡ് ലീവ് ദ ബാർക്ക് ഓപ്പൺ. അപ്പോഴേ ഈ ബഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ആ ബഡ് ഏത് പ്ലാന്റിലേക്കാണോ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒട്ടിക്കേണ്ടത് ആ പ്ലാന്റിൽ ഒരു ടി ഷേപ്പിലൊരു മുറിവുണ്ടാക്കുക, ഒരു കട്ടിങ് ഉണ്ടാക്കുക. ടി ഷേപ്പ് അറിയാലോ, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ടി. ആ ഒരു ടി ഷേപ്പിൽ എന്താണ് അവിടെ ആ ഏത് പ്ലാന്റിലേക്കാണോ ഈ ബഡിനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ മുകളത്തെ ഒട്ടിക്കേണ്ടത് ആ പ്ലാന്റിൽ ഒരു ടി ഷേപ്പിൽ എന്താണ് ഒരു കട്ടിങ് ഉണ്ടാക്കുക. എന്നിട്ട് എന്താണ് ലീവ് ദ ബാർക്ക് ഓപ്പൺ. അത് നന്നായിട്ട് വിടർത്തി വെക്കുക. ആ കട്ടിങ് നന്നായിട്ട് വിടർത്തി വെക്കുക. ടി ഷേപ്പിൽ കട്ടിങ് ഉണ്ടാക്കുക. ആ കട്ടിങ് നന്നായിട്ട് വിടർത്തി വെക്കുക. അപ്പോൾ ആ ഫസ്റ്റ് 2 സ്റ്റെപ്പ് നോക്കുക. ഫസ്റ്റ് നമ്മൾ ഒരു സുപ്പീരിയർ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ബഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഒരു പ്ലാന്റിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബഡ് കളക്ട് ചെയ്തെടുത്തു. അതിനെന്താണ് ഇനി ആ ബഡിനെ ഏത് പ്ലാന്റിലേക്കാണോ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഏതിലേക്കാണോ ഒട്ടിക്കേണ്ടത് ആ പ്ലാന്റിൽ ടി ഷേപ്പിൽ ഒരു കട്ടിങ് ഉണ്ടാക്കി. ടി ഷേപ്പിൽ കട്ടിങ് ഉണ്ടാക്കി വെച്ചു. ഇനി നോക്കാം ആ കട്ടിങ് ഉണ്ടാക്കിയിട്ട് എന്താണ് ആ കട്ടിങ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിടർത്തി വെക്കൊന്ന് ആ ബാർക്ക് തൊലിയൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കാം. ഇൻസേർട്ട് ദ ബഡ് ഇൻ ദ ടി ഷേപ്ഡ് കട്ട് ഓൺ ദ ബാർക്ക്. ആ ബാർക്കിൽ നമ്മൾ അവിടെ ആ ടി ഷേപ്പ് കട്ട് ചെയ്തല്ലോ. ആ ടി ഷേപ്പ് കട്ട് ചെയ്ത ആ ഒരു കട്ടിങ് ആ ഒന്നത്തേക്ക് എന്താണ് നമ്മുടെ ഈ ബഡിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അതിനകത്തേക്ക് എന്താണ് തിരികെ വയ്ക്കുക. അപ്പോഴേ സ്റ്റെപ്പുകൾ നോക്കാം. ഫസ്റ്റ് നമ്മളൊരു കട്ട് അവിടെ ഒരു ബഡിനെ നമ്മൾ എന്താണ് കട്ട് ചെയ്തെടുത്തു. പിന്നീട് എന്താണ് അതിന് ഏതിലേക്കാണോ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ആ പ്ലാന്റിൽ ടി ഷേപ്ഡ് മുറിവ് ഒരു കട്ടിങ് ഉണ്ടാക്കി. അതിനെ നമ്മൾ ആ ബാർക്ക് എന്നിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചു. ആ ഓപ്പൺ ചെയ്ത് വെച്ചതിലേക്ക് എന്താണ് ഈ നമ്മൾ തിരഞ്ഞെടുത്ത ബഡ് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. അതിനകത്തേക്ക് തിരികെ വെച്ചു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കുക. എന്താണ് റാപ്പ് ഇറ്റ് സച്ച് എ വേ ദാറ്റ് ദ ബഡ് ഈസ് എക്സ്പോസ്ഡ്. അതായത് ബഡ് എക്സ്പോസ് ചെയ്ത് നിൽക്കത്തക്ക വിധത്തിൽ, അതായത് ബഡിനെ നമുക്ക് പുറത്ത് കാണത്തക്ക രീതിയിൽ ആ മുറിവ് നമ്മൾ അവിടെ എന്ത് ചെയ്തു റാപ്പ് ചെയ്ത് വെക്കുന്നത് കെട്ടി ചുറ്റി വയ്ക്കുക. ഇപ്പോഴും നോക്കുക എന്താണ് പറയുന്നത് മനസ്സിലാക്കുക. അത് ആ ഫിഗറും കൂടെ ശ്രദ്ധിക്കുക. ബഡിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തെടുത്തു. ആ സെലക്ട് ചെയ്ത ബഡിനെ ഏത് പ്ലാന്റിലേക്കാണോ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഏതിലേക്കാണോ ഒട്ടിക്കേണ്ടത് അതിൽ ടി ഷേപ്പിൽ ഒരു മുറിവുണ്ടാക്കി ആ ബാർക്ക് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു, ഒന്ന് വിടർത്തി വെച്ചു. അതിലേക്ക് എന്താണ് ഈ ബഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ആ ബഡ് പുറത്ത് കാണത്തക്ക വിധം എക്സ്പോസ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ അതിനെ ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചു. ഒരു ചണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോയിനെ ഉപയോഗിച്ച് നമ്മളതിനെ എന്ത് ചെയ്തു റാപ്പ് ചെയ്തു കെട്ടിവെച്ചു. ഇനി നോക്കാം കട്ട് ഓഫ് ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റോക്ക് വെൻ ദ ബഡ് ഈസ് അറ്റ് ഇൻ പ്രോപ്പർ ഗ്രോത്ത്. അപ്പോൾ ഇതിങ്ങനെ കെട്ടി വെക്കുമ്പോഴത്തേക്ക് ആ ബാർക്കിൽ നിന്നുകൊണ്ട് ഈ എന്താണ് മുകുളം അവിടെ വളരാൻ തുടങ്ങും. അപ്പോഴേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഇത് കുറച്ചുകൂടെ സിമ്പിൾ മെത്തേഡാണ്. അപ്പോഴേ എന്താണ് ഈ ബഡിനെ നമ്മൾ അവിടെ കെട്ടിവെച്ചു. ആ ഒരു പോർഷനിൽ ആ കട്ടിങ്ങിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഒരു ടോയിൻ ഉപയോഗിച്ച് നമ്മളതിനെ റാപ്പ് ചെയ്ത് വെച്ചു, കെട്ടിവെച്ച് ഇനി എന്താണ് ആ ഗ്രോത്ത് ആ ബഡിന് അവിടെ ഗ്രോത്ത് തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് അവിടെ നിന്ന് വളരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിനെ നമുക്ക് മുറിച്ച് മാറ്റി വേറെ നമുക്ക് അതാണ് ഇവിടെ എന്താണ് ഈ ബഡിങ് എന്ന് പറയുന്നത്. അപ്പോഴും ബഡിങ് എന്ന് പറയുന്നത് എന്താണ് ബഡ് ഈസ് ഗ്രാഫ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫ്റ്റിംഗ് ഈസ് ബ്രാഞ്ച് ടു അനദർ പ്ലാന്റ്. ഒരു ബ്രാഞ്ചിലേക്ക് എന്താണ് നമുക്ക് മറ്റൊരു പ്ലാന്റിനെ അതായത് ഒരു പ്ലാന്റിൽ നമുക്ക് എന്താണ് കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം അവിടെ എന്ത് ഒട്ടിക്കുന്നു അവിടെ ആ ബഡ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത് ബഡിങ് എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് എന്താണ് ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് we can produce different colors of flowers in same plant. ഒരു പ്ലാന്റിൽ ഒരു സെയിം പ്ലാന്റിൽ തന്നെ നമുക്ക് എന്താണ് പല കളറിലുള്ള ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകൾ നമ്മൾ പറഞ്ഞു. ആദ്യം നമുക്ക് എന്താണ് ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബഡിനെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ ബഡിനെ നമുക്ക് ഏത് പ്ലാന്റിലേക്കാണോ ഇൻസേർട്ട് ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ ഏതിലേക്കാണോ നമുക്ക് അതിനെ ഒട്ടിച്ച് വെക്കേണ്ടത് ആ പ്ലാന്റിൽ നമ്മൾ ടി ഷേപ്പിൽ ഒരു കട്ടിങ് ഉണ്ടാക്കുക. ആ കട്ടിങ് എന്നിട്ട് എന്താണ് അതിൻ്റെ ബാർക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക, വിടർത്തി വെക്കുക. ആ കട്ടിങ്ങിലേക്ക് നമ്മൾ ഈ സെലക്ട് എടുത്തേക്കുന്ന ആ ബഡിനെ തിരികെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ ഒന്ന് ആ ബഡിനെ വെളിയിൽ പുറത്ത് കാണത്തക്ക രീതിയിൽ അതിനെ എന്താണ് റാപ്പ് ചെയ്ത് വെക്കുക. നമുക്കറിയാം
ഈ ഫിഗറിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എന്താണ് ആ വെളിയിലോട്ട് കാണത്തക്ക രീതിയിൽ നമുക്ക് അതിന് എന്താണ് റാപ്പ് ചെയ്ത് ചുറ്റി വെച്ചേക്കുന്നു. എന്നിട്ട് എന്താണ് ഇത് ജസ്റ്റ് അവിടെ നിന്ന് അതിൻ്റെ ആ ബഡ് വളരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇതിനെ മുറിച്ച് മാറ്റി നമുക്ക് റീപ്ലാന്റ് ചെയ്ത് നടാം. അപ്പോൾ നമ്മൾ എന്താണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ്, അതായത് വിത്തിൽ നിന്ന് അല്ലാതെ നമ്മൾ എന്താണ് റൂട്ടും പ്ലാന്റും ഒക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും ഒക്കെ പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കാതെ എന്താണ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ബഡിങ് ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞത്? ലെയറിങ്, ഗ്രാഫ്റ്റിങ്, ബഡിങ്. ലെയറിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിപ്പോൾ എന്താണ് ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും പറഞ്ഞു. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സെയിം സ്പീഷീസിൽ തന്നെ 2 പ്ലാന്റ്സിന്റെ ബ്രാഞ്ചസ് തമ്മിൽ ഒട്ടിച്ചു വയ്ക്കുന്നത്. ഇവിടെ എന്താണ് ഇവിടെയും ഗ്രാഫ്റ്റിംഗ് ബഡിങ്ങിന് നടക്കുന്നത് ഗ്രാഫ്റ്റിംഗ് തന്നെയാണ്. പക്ഷെ അവിടെ ബ്രാഞ്ച് അല്ല ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, പകരം എന്താണ് ബഡാണ്, ഒരു മുകളമാണ് അവിടെ ഈ കൊമ്പിന് പകരം ഒട്ടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ടെക്സ്റ്റ് നന്നായിട്ട് ഇത് ഫോളോ ചെയ്യുക. അതായത് ആ 2 ഫിഗർ ഗ്രാഫ്റ്റിങ്ങിൻ്റെയും അതുപോലെ ഇപ്പോൾ പറഞ്ഞ ബഡിങ്ങിൻ്റെയും 2ൻ്റെയും ആ സ്റ്റെപ്സുകൾ ആ ഫിഗർ ഉപയോഗിച്ച് നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതുപോലെ തരുന്ന നോട്ട്സുകളൊക്കെ കറക്റ്റായിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. തരുന്ന ആക്ടിവിറ്റികൾ ചെയ്യുക. തെറ്റായാലും ശരിയായാലും അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുക, അത് നമുക്ക് കറക്റ്റ് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാം. എന്തായാലും അത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞ് ബാക്കി ഇനി അടുത്ത പോർഷൻ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.